വിഘ്നേശ്വരായ നമഃ. ഓം നമഃശിവായ. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ധനം അല്ലെങ്കിൽ പണത്തെക്കുറിച്ചിട്ടാണ്. ഒരാൾക്ക് നിരന്തരം പണം എങ്ങനെ ലഭിക്കുന്നു? ജ്യോതിഷ നിരീക്ഷണത്തിലൂടെ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ചിലർക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും, എപ്പോഴും പണം വന്നുകൊണ്ടേയിരിക്കും. നിരന്തരം ഇടതടവില്ലാതെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. പണത്തിന് ബുദ്ധിമുട്ട് ഈ പറഞ്ഞ ആൾക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെ മറ്റൊരാളെ നമ്മൾ നിരീക്ഷിച്ചാൽ അദ്ദേഹത്തിന് പണം ലഭിക്കാൻ വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്താലും നിരന്തരമായിട്ട് പണം അദ്ദേഹത്തിന് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ രണ്ട് തലത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഒരാൾക്ക് പണം വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ആ പണം ലഭിക്കുന്ന ആൾ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് അധ്വാനിക്കേണ്ട ഒരു കാര്യം പോലും വരില്ല, എന്നാലും പണം അദ്ദേഹത്തിനെ തേടി വന്നുകൊണ്ടേയിരിക്കും. ഇനി മറ്റുള്ളവരെ നോക്കുമ്പോൾ എത്ര അധ്വാനിച്ചാലും ശരി തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പണം ഉണ്ടാവില്ല, വരുന്നത് ഒന്നും തികയില്ല, എന്നാൽ വരാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങളിലൊക്കെ നിരന്തരം പണം ലഭിച്ചില്ലെങ്കിൽ ലോൺ എടുക്കുക, കടം വാങ്ങുക, അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി അത് ചിലവഴിക്കുക. അത് കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുക. അപ്പോൾ ജാതകവശാൽ പണം നമുക്ക് എങ്ങനെയാണ് വരുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഒരു ജാതകത്തിലെ രണ്ടാം ഭാവം കൊണ്ടാണ് വരുമാനത്തെ അല്ലെങ്കിൽ ധനത്തെ സൂചിപ്പിക്കുന്നത്. 11ാം ഭാവം കൊണ്ട് ലാഭത്തെയും 8ാം ഭാവം കൊണ്ട് അധ്വാനിക്കാത്ത പണത്തെയും 5ാം ഭാവം കൊണ്ട് ലോട്ടറി, ഇൻഷുറൻസ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ ട്രേഡിംഗ് ഇതുമൂലമുള്ള ധനത്തെയും സൂചിപ്പിക്കുന്നു. 2ാം ഭാവാധിപതി 2ാം ഭാവത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ജാതകത്തിൽ 2ാം ഭാവാധിപതി 2ാം ഭാവത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ആ 2ാം ഭാവാധിപതി ശുഭഗ്രഹമായിരിക്കണം, എങ്കിൽ ധനം ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പാപഗ്രഹമാണ് 2ാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ ധനവരവിന് സ്ഥിരതയുണ്ടാവില്ല. ധനം വരുന്നത് എങ്ങനെയെന്നും സമ്പത്ത് ഏത് രീതിയിൽ വരുമെന്നുമൊക്കെ 2ാം ഭാവം കൊണ്ട് ചിന്തിക്കാൻ പറ്റും. അതുപോലെ ചാരവശാൽ ഗ്രഹങ്ങൾ 2ാം ഭാവത്തിലൂടെയും 2ാം ഭാവാധിപതി തന്നെ 2ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും സാമ്പത്തിക അവസരങ്ങൾ ഉണ്ടാക്കിത്തരും. അതുപോലെ തന്നെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി 2ൽ വരുന്നതോ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ദൃഷ്ടിയും ഭാഗ്യാധിപതിയായ ഗ്രഹത്തിൻ്റെ ദൃഷ്ടി ലാഭാധിപതിയായ ഗ്രഹത്തിൻ്റെ ദൃഷ്ടി മൂലവും ധനം വരുന്നതാണ്. അതുപോലെ തന്നെ ഭാഗ്യാധിപതി, ലാഭാധിപതി ഇവർ ഒരുമിച്ച് ധനാധിപതിയുടെ കൂടെ 2ാം ഭാവത്തിലോ മറ്റ് ഏതെങ്കിലും സ്ഥാനത്തോ ഒരുമിച്ച് നിന്നാലും ധനം വന്നുകൊണ്ടിരിക്കും. അതുമല്ലെങ്കിൽ 2ാം ഭാവാധിപതി ലാഭാധിപതിയുടെ കൂടെയോ ഭാഗ്യാധിപതിയുടെ കൂടെയോ 9, 11 ഭാവങ്ങളിൽ നിന്നാലും ധനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ധനത്തിന് തടസ്സം ഉണ്ടാവില്ല, ധനം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ധനത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ ജ്യോതിഷത്തിൽ ഇനിയും പല വഴികളുണ്ടെങ്കിലും 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ജാതകത്തിൽ ഈ പറഞ്ഞതുപോലെ ഒന്നുമല്ല ഗ്രഹനില എന്നിരുന്നാലും 2ാം ഭാവത്തെ അല്ലെങ്കിൽ ധനഭാവത്തെ ആക്ടിവേറ്റ് ചെയ്താൽ, ആ ഭാവത്തെ സജീവമായി പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി ധനം വന്നുകൊണ്ടിരിക്കും. അതിനുവേണ്ടി ചില പരിഹാരങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജാതകത്തിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർക്ക് ധനം വന്നുകൊണ്ടിരിക്കും. ഇനി ഇല്ലാത്തവരാണെങ്കിൽ, ഗ്രഹനില നിങ്ങൾക്ക് അനുകൂലമല്ലാതാണ് ഇരിക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് ധനം വരാൻ വേണ്ടി കുറച്ച് ലഘുവായതും ലളിതമായതുമായ ചില പരിഹാരങ്ങൾ ഇവിടെ പറയാം. അത് പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകും. 2ാം ഭാവാധിപതിയായ ഗ്രഹത്തിന് ബലമില്ലാതെയോ അത് നീചനാവുകയോ ചെയ്താൽ ആ ഗ്രഹത്തിന് വേണ്ടിയുള്ള പരിഹാരങ്ങൾ ചെയ്യണം. നേരത്തെ സൂചിപ്പിച്ച പോലെ 2ാം ഭാവമാണ് നമുക്ക് ധനം തരുന്നത്. അപ്പോൾ ആ 2ാം ഭാവാധിപതിക്ക് ബലമില്ലാതാവുകയോ
നീചമാവുകയോ ചെയ്താൽ ധനം വരില്ല. അപ്പോൾ ആ ഗ്രഹത്തിനെ നമ്മൾ ബലപ്പെടുത്തണം. ഉദാഹരണത്തിന് രണ്ടാം ഭാവാധിപതി സൂര്യനാണെന്ന് കരുതുക. അപ്പോൾ സൂര്യനെ നമ്മൾ ബലപ്പെടുത്തണം. അത് നീചനാവുകയോ ബലമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ ബലപ്പെടുത്തണം. സൂര്യൻ്റെ ഗായത്രി മന്ത്രമോ സൂര്യസ്തോത്രമോ സൂര്യന് രാവിലെ സൂര്യോദയ സമയത്തോ അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ച് 1 മണിക്കൂറിനുള്ളിൽ ജലം നൽകുക. ഒരു ചെമ്പ് പാത്രത്തിൽ, അതൊരു ബൗൾ പോലുള്ള ചെമ്പ് പാത്രം മതി, അതിൽ വെള്ളമെടുത്ത് കിഴക്കോട്ട് നോക്കി നിന്ന് സൂര്യനെ ദർശിച്ച് ഈ ചെമ്പ് പാത്രത്തിലെ ജലം നിങ്ങളുടെ വലത് കൈകളിലൂടെ കുറച്ച് ജലം താഴോട്ടൊഴിക്കുക. അപ്പോൾ ഓം സൂര്യായ നമഃ എന്ന് 12 പ്രാവശ്യം ചൊല്ലുക. അപ്പോൾ ഈ 12 പ്രാവശ്യം ചൊല്ലുന്നതനുസരിച്ച് വെള്ളം താഴോട്ടിങ്ങനെ കൈകളിലൂടെ ഒഴിച്ച് തീർക്കണം. ഇനി ചന്ദ്രനാണ് നിങ്ങൾക്ക് രണ്ടാം ഭാവാധിപതി എങ്കിൽ അത് ബലമില്ലാതെയോ നീചനാവുകയോ ഒക്കെ ചെയ്താൽ ധനം വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പൗർണമി ദിവസം ചന്ദ്രനെ നോക്കി ചന്ദ്രഗായത്രിയോ അല്ലെങ്കിൽ ഓം ചന്ദ്രായ നമഃ അല്ലെങ്കിൽ ഓം സോമായ നമഃ, അതുമല്ലെങ്കിൽ ഓം സൗം സോമായ നമഃ എന്നീ മന്ത്രങ്ങൾ ഏതെങ്കിലും ഒന്ന് 24 പ്രാവശ്യം ചന്ദ്രനെ നോക്കിക്കൊണ്ട് ചൊല്ലാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ചന്ദ്രനെ ദർശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പൂർണ്ണ പൗർണമി ദിവസം ചന്ദ്രനെ ദർശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് നോക്കി നിന്ന് ജപിച്ചാലും മതിയാവും. അതുപോലെ തിങ്കളാഴ്ച ദിവസം ഈ മന്ത്രം മുടങ്ങാതെ ജപിക്കുക. പിന്നെ ഒരു പരിഹാരം എന്ന് വെച്ചാൽ മുത്ത്, അത് നിങ്ങളുടെ വലത് കൈയുടെ ചെറുവിരലിൽ ധരിക്കാം. ഇനി ചൊവ്വ ആണ് നിങ്ങളുടെ രണ്ടാം ഭാവാധിപതി. അതിന് ബലമില്ലാതെയോ 6, 8, 12 ഭാവങ്ങളിൽ മറയുകയോ നീചനാവുകയോ ഒക്കെ ചെയ്താൽ ധനം വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചൊവ്വ ഹോരയിൽ ഓം മംഗളായ നമഃ അല്ലെങ്കിൽ ഓം വജത്ഫുവേ നമഃ എന്ന സുബ്രഹ്മണ്യ മന്ത്രവും, അതുമല്ലെങ്കിൽ ഓം ദും ദുർഗായേ നമഃ എന്ന ദുർഗാ മന്ത്രവും നിങ്ങൾക്ക് 24 പ്രാവശ്യം വീതം ജപിക്കാവുന്നതാണ്. ഇനി ബുധനാണ് നിങ്ങളുടെ രണ്ടാം ഭാവാധിപതി എങ്കിൽ ഓം ബുധായ നമഃ എന്ന് ബുധനാഴ്ച ദിവസങ്ങളിൽ 108 പ്രാവശ്യം വീതം ജപിക്കാം. അപ്പം ബുധൻ നിങ്ങളുടെ ജാതകത്തിൽ നീചനാവുകയോ ബലമില്ലാതാവുകയോ ഒക്കെ ചെയ്താൽ മാത്രമാണ് ഈ പരിഹാരങ്ങൾ ചെയ്യേണ്ടത്. ഇനി വ്യാഴം അല്ലെങ്കിൽ ഗുരുവാണ് നിങ്ങളുടെ രണ്ടാം ഭാവാധിപതി എന്ന് കരുതുക. ആ ഗുരു അല്ലെങ്കിൽ വ്യാഴം 6, 8, 12 മറയുകയോ നീചനാവുകയോ ബലമില്ലാതെ നിൽക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച ദിവസം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ ഓം ബൃഹസ്പതയേ നമഃ എന്ന മന്ത്രമോ 108 പ്രാവശ്യം വീതം ജപിക്കാം. ചൂണ്ടുവിരലിൽ മഞ്ഞ പുഷ്യരാഗം ധരിക്കാവുന്നതാണ്. അതുപോലെ വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തിയാൽ വ്യാഴത്തിൻ്റെ ഈ ദോഷം കുറഞ്ഞു കിട്ടും. ഇനി ശുക്രൻ രണ്ടാം ഭാവാധിപതിയും ബലമില്ലാതെയും നീചനുമാണെങ്കിൽ വലതു കൈയുടെ നടുവിരലിൽ വജ്രം ധരിക്കുകയോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഓം ശുക്രായ നമഃ അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന് 24 പ്രാവശ്യം ചൊല്ലാം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. നെയ്യോ പാലോ ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇനി ശനിയാണ് നിങ്ങൾക്ക് രണ്ടാം ഭാവാധിപതിയും അത് നീചനുമാണെങ്കിൽ ഇന്ദ്രനീലം ധരിക്കുകയോ ഓം ശനീശ്വരായ നമഃ എന്ന മന്ത്രം ശനിയാഴ്ച ദിവസങ്ങളിൽ 108 പ്രാവശ്യം ജപിക്കാം. അതുമല്ലെങ്കിൽ ഓം ഹനുമതേ നമഃ എന്ന് 108 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. അയ്യപ്പ ക്ഷേത്രങ്ങളിലോ ഹനുമാൻ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ ചെയ്യാം. അതോടൊപ്പം ദിവസവും മഹാലക്ഷ്മി മന്ത്രം ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധനസമൃദ്ധിയും ദേഹി ദേഹി നമഃ എന്ന് 24 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. അതുപോലെ രണ്ടാം ഭാവാധിപതിയായ നക്ഷത്രത്തിൻ്റെ ദിവസം, ഇനി ഒരുപക്ഷെ സൂര്യനാണ് നിങ്ങളുടെ രണ്ടാം ഭാവാധിപതി എന്ന് കരുതുക. അപ്പോൾ സൂര്യൻ്റെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉത്രം, ഉത്രാടം, കാർത്തിക, ഈ 3 നക്ഷത്രങ്ങളുടെ ദിവസം ദാനധർമാദികൾ ചെയ്യുക.
അതുപോലെ തന്നെ വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക. വെള്ളിയാഴ്ചകളിൽ കനകധാരാ സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം, കുബേര സ്തോത്രം മുതലായവ ജപിക്കുകയോ വർഷത്തിലൊരിക്കൽ മേൽപ്പറഞ്ഞവയുടെ അതായത് ആ ബന്ധപ്പെട്ട ഗ്രഹങ്ങളുടെ പൂജകൾ നടത്തുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ രണ്ടാം ഭാവം ബലമില്ലാതിരിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ധനം വർദ്ധിപ്പിക്കാവുന്നതാണ്. പ്രധാനമായും നിങ്ങളുടെ ജാതകം നല്ലൊരു ജ്യോതിഷിയെ കൊണ്ട് പരിശോധിക്കുക. നിങ്ങളുടെ രണ്ടാം ഭാവാധിപതി അല്ലെങ്കിൽ ധനാധിപതി ഏതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഗ്രഹത്തിന് ദോഷമുണ്ടോ, മറഞ്ഞിരിക്കുകയാണോ, നീചനാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നല്ലൊരു ജ്യോതിഷിയെ കൺസൾട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ രത്നം ധരിക്കുന്നവർ നിർബന്ധമായിട്ടും ഒരു ജെമ്മോളജിസ്റ്റിനെ കാണുകയോ അറിവുള്ളൊരു ജ്യോതിഷിയെയോ കൺസൾട്ട് ചെയ്യുക. അവർ പറയുന്നതനുസരിച്ചിട്ടുള്ള രത്നം നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. കാരണം ചില രത്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ജാതകാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു രത്നമായിരിക്കും. അതുകൊണ്ടാണ് ജെമ്മോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ നല്ലൊരു ജ്യോതിഷിയെയോ കൺസൾട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചെറിയ പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ധനസ്ഥാനം ബലപ്പെടുത്താവുന്നതാണ്. ജാതകം പരിശോധിക്കുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ട് നൽകുന്നതോ വളരെയധികം ദോഷങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അതിന് പ്രത്യേക പരിഹാരങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ചെറിയ പരിഹാരം ചെയ്ത് നിങ്ങൾ ഈ ധനസ്ഥാനം ബലപ്പെടുത്താൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ കഴിയുന്നതാണ്. സാമ്പത്തിക ഭദ്രതയും നിങ്ങൾക്ക് ഉറപ്പാക്കാൻ കഴിയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.